എക്സസൈസ് 1.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് ഈ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറേഷണൽ. റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്കറിയാലോ എന്ത് റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് അറിയാലോ, പിന്നെ എന്തിനാ പ്രൂവ് ചെയ്യുന്നേ? അപ്പോൾ നമുക്കറിഞ്ഞാൽ പോരാ, മാത്സിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും. എങ്ങനെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ റൂട്ട് 5 ഇറേഷണൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കും എന്നറിയോ? റൂട്ട് 5 റേഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രൂവ് ചെയ്യും. ഇറേഷണലിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ റേഷണൽ. അപ്പോൾ നമുക്ക് എടുക്കാം എസ്യൂം, അല്ലെങ്കിൽ ലെറ്റസ് എസ്യൂം ദ കോൺട്രേ ദാറ്റ്, ലെറ്റസ് എസ്യൂം ദ കോൺട്രേ ദാറ്റ്, എന്താ എടുക്കുക? കോൺട്രേ ദാറ്റ് എന്താണ് ഇതിൻ്റെ കോൺട്രേ? റൂട്ട് 5 ഈസ് റേഷണൽ അല്ലേ? റേഷണൽ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് റേഷണൽ നമ്പർ ഏത് ഫോമിലുള്ള. എക്സാമ്പിൾ 2/3, 5/7, 10/11 അല്ല 1 എന്ന് പറഞ്ഞാൽ 1/1 ആണല്ലേ. അപ്പോൾ ഇതൊക്കെ ഏത് ഫോമിലുള്ള? A/B ഫോമിലുള്ള അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? റേഷണൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 5 ഈസ് ഈക്വൽ ടു ദെൻ റൂട്ട് 5 ഈക്വൽ ടു A/B. ഇവിടെ എയുടെയും ബിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കോപ്രൈമാണ്. എന്ന് വെച്ചാൽ അവയിൽ കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ല. വേർ എ ആൻഡ് ബി ആർ കോപ്രൈം. എ ആൻഡ് ബി ആർ കോപ്രൈം. ഓക്കെ, കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഈ 2ഉം 3ഉം കോപ്രൈമാണ്. കാരണം 2ലും 3ലും കോമൺ ആയിട്ട് ആരുമില്ല. ഓക്കെ, അതേസമയം 10/50 എന്ന് പറഞ്ഞാൽ കോപ്രൈം അല്ല. കാരണം ഇതിൽ നമുക്ക് ഇനിയും ഇതിനെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 കിട്ടും. അപ്പോൾ ഇത് കോപ്രൈം അല്ല, ഇത് കോപ്രൈമാണ്. കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് എന്തില്ല? വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നർത്ഥം. അല്ലെങ്കിൽ HCF അതിൻ്റെ 1 ആണ് എന്നർത്ഥം. കാരണം അതിൻ്റെ ഹയസ്റ്റ് ഫാക്ടർ 1 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് റൂട്ട് 5B, അതായത് റൂട്ട് 5 ഈ ബീനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? റൂട്ട് 5B ഈസ് ഈക്വൽ ടു എ എന്നാവും അല്ലേ. ഇനി നമുക്ക് ഇതിനൊന്ന് സ്ക്വയർ ചെയ്താലോ? രണ്ട് ഭാഗം ഒന്ന് സ്ക്വയർ ചെയ്യാം. റൂട്ട് 5B ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇവിടെ ജസ്റ്റ് ചെയ്ത് വെക്കുക, സ്ക്വയറിങ് ബോത്ത് സൈഡ്. ഓക്കെ, സ്ക്വയറിങ് ബോത്ത് സൈഡ്. ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്. ബിയുടെ സ്ക്വയർ B സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എയുടെ സ്ക്വയർ A സ്ക്വയർ ആണ്. ഇവിടെ 5 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 5 A സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് 5 × 4 ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 20നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ എന്ത് പറയാം? 20 ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാം. അതുപോലെ ഇവിടെ എന്ത് പറയാം? A സ്ക്വയർ ഈസ് divisible by 5. A square is divisible by 5. Therefore എന്താണ്? Therefore A is also divisible by 5. എവിടുന്നായി നമുക്ക് കിട്ടിയേ? ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഒരു പ്രൈം നമ്പറോട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പറും പ്രൈം നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 441 അല്ലേ 21 സ്ക്വയർ. അപ്പോൾ 21 എന്ന് പറയുന്ന 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാം പൂർണ്ണമായിട്ടും. അതുപോലെ തന്നെ 21നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പറും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ A ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞ അർത്ഥം എയുടെ കൂടെ വേറെ ആരോ കൂടി ഉണ്ട് എന്നല്ലേ അല്ലേ. അതായത് 8 2 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം 2ൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നല്ലേ. 2 × ആരുണ്ട്? 4 അല്ലേ 8.
ഓക്കെ. അതുപോലെ എ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ അർത്ഥം എയുടെ കൂടെ ആരോ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, അതിന് നമുക്ക് ഒരു ലെറ്റർ കൊണ്ട് അങ്ങോട്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു 5c, അല്ല നിങ്ങൾക്ക് 5m എന്നോ 5n എന്നോ എന്തോ എടുക്കാം. ഓക്കെ. ഇവിടെ സി എന്ന് പറയുന്ന ആരാണ്? സി ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ, സി ഈസ് എൻ ഇൻറ്റീജർ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ ഇക്വേഷൻ 1ൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5b² ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ 1 നോക്കണേ, 5b² ഈക്വൽ ടു എ സ്ക്വയറിന് പകരം നമുക്ക് എന്തിടാം? 5c ഇടാം അല്ലേ? എ സ്ക്വയറിന് പകരം 5c ഇടാം. ഓക്കെ, 5c ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എ സ്ക്വയറിന് ഒരു ആറ് ഇടുവാണ്, 5c ഹോൾ സ്ക്വയർ ഇട്ടു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാമെന്നറിയോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? 5b² ഈസ് ഈക്വൽ ടു 5c ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന് സ്ക്വയർ ആണ്, സിന് സ്ക്വയർ ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25c². അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5നും ഈ 25നും ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? b² ഈക്വൽ ടു ഈ 5 ഇങ്ങോട്ടേക്ക് ഡിവൈഡഡ് ആവും. ഓക്കെ, ഡിവൈഡ് ബൈ 5 ആവും. അപ്പോൾ എത്ര കിട്ടും? അവിടെ 5 ബാക്കി ഉണ്ടാവും അല്ലേ? b² ഈക്വൽ ടു 5c². മനസ്സിലായോ? ഈ 5നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 25/5 ഈസ് ഈക്വൽ ടു 5. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ? c² ഈസ് b² ഈക്വൽ ടു 5c² ആണ്. ഓക്കെ. അപ്പോൾ c² അല്ല, b² ഇവിടെ. b² ഈക്വൽ ടു 5c² എന്ന് പറഞ്ഞ അർത്ഥം ഈ 5 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? b²നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നേരത്തെ മുകളിലെടുത്ത പോലെ തന്നെ a² ഈസ് 5b² ഈക്വൽ ടു a² എന്ന് പറഞ്ഞ അർത്ഥം a² ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നാണ്. അതുപോലെ b² ഈസ് 5c² ഈക്വൽ ടു b². ഇതിനൊന്ന് തിരിച്ചെഴുതട്ടെ, എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 5c² ഈസ് ഈക്വൽ ടു b². ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ b² ഈസ് divisible by 5. അപ്പോൾ b² 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആരും കൂടി ഡിവിസിബിൾ ആണ്? b ഈസ് ഓൾസോ divisible by 5. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? a² ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? b² ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇനി നമുക്ക് ഇപ്പോൾ നമുക്കൊരു സംഗതി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ഇവിടെ എയും എന്താണ്? എയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ. എന്താ സംഭവം? എയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഞാൻ കുറച്ചും കൂടി റെഡ് കൊണ്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എടുത്തത് എന്താ അറിയോ? എടുത്തത് എയും ബിയും ആരാണ്? കോപ്രൈം ആണെന്ന് അർത്ഥം വെച്ചാൽ. എന്നുവെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല നമ്മൾ എടുത്തു. പക്ഷെ നമുക്ക് കിട്ടിയ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ട് 5 ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി? കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? ആ കോൺട്രഡിക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? ഇത് എയും ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ആൻഡ് ബി ആർ ഹാവിങ് കോമൺ ഫാക്ടർ 5. എ ആൻഡ് ബി ഹാവിങ് കോമൺ ഫാക്ടർ 5. അപ്പോൾ ഇതൊരു കോൺട്രാഡിക്ഷൻ ആണല്ലേ? ആദ്യം കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞെടുത്തത് √5 ഈക്വൽ ടു a/b എന്ന് പറഞ്ഞെടുത്തു. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്ത് വന്നു? കോമൺ ഫാക്ടർ 5 ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കോൺട്രാഡിക്ഷനാണ്. സോ ദിസ് കോൺട്രാഡിക്ഷൻ ഈസ് എറൈസൺ.
this contradiction is arisen because of a wrong assumption, എന്താ നമ്മൾ റോങ് അസംഷൻ എടുത്തത്? റൂട്ട് 5 റേഷണൽ ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ കോൺട്രാഡിക്ഷൻ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore root 5 is an irrational number. okay, irrational number. നമ്മൾ എന്താ ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ ഇത് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഡയറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുത്തു. എന്താണ് എടുത്തത്? റേഷണലാന്ന് നമ്മൾ അങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ റേഷണലാന്ന് എടുത്തിട്ട് റേഷണലാകുമ്പോൾ നമുക്ക് എ ബൈ ബി ഫോമിൽ എഴുതാം. എന്നിട്ട് അതിന് രണ്ട് സൈഡിൽ സ്ക്വയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. അതുകൊണ്ട് എയും ഡിവിസിബിൾ ബൈ 5 ആണെന്ന് കിട്ടും. പിന്നെ രണ്ടാമത് നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയറും ഡിവിസിബിൾ ബൈ 5 ആണെന്ന് കിട്ടും. ബിയും ഡിവിസിബിൾ ബൈ 5 ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 5 എന്നുള്ള നമ്പർ വരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞു വരുന്നില്ല എന്ന്, പിന്നെ നമുക്ക് കിട്ടി വരുന്നുണ്ട് കിട്ടി. ആ കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മളെടുത്ത അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് ഇതെന്തല്ല, ഇത് റേഷണൽ അല്ല, ഇറേഷണൽ ആണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല, 1, 2, 3 പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതി പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഈ റൂട്ട് 5 വരെ ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാമിന് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. 1, 2 കോൺസെപ്റ്റുകൾ ഓർമ്മിച്ചാൽ ആദ്യം ഒന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.2ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസറാണ് ഇതിൻ്റേത്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? വെരി വെരി സിമ്പിളാണ്. നിങ്ങൾ ചെയ്യാതെ പഠിക്കാതെ പോയാൽ ഇത് ടഫായിരിക്കും, പക്ഷേ ആക്ച്വലി വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് 3 + 2 √ 5 ഈസ് ഇറേഷണൽ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഇറേഷണൽ ആണെന്ന് അങ്ങോട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ വെരി വെരി സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമുക്ക് ഓൾറെഡി ഈ റൂട്ട് 5 ഇറേഷണൽ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ റൂട്ട് 5ന് ഒരു ഭാഗത്ത് കൊണ്ടുവരിക, ബാക്കിയുള്ള നമ്പേഴ്സിന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് കേട്ടോ. ഇതിന് കീ പോയിൻ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കോൺട്രഡിക്ഷൻ ആയിട്ട് എന്തെടുക്കാം? എസ്യൂം എന്താണ് എസ്യൂം ചെയ്യാൻ പറ്റുക? assume that 3 + 2 √ 5 is a 3 + 2 √ 5 is a എന്തായിട്ട് assume ചെയ്യുക? കോൺട്രഡിക്ഷൻ ആകുമ്പോൾ ഇറേഷണൽ ആണോ? അല്ല, റേഷണൽ നമ്പർ. അപ്പോൾ നമ്മളിത് കോൺട്രഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ എടുത്തു. ഇത് റേഷണൽ നമ്പറാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റേഷണൽ നമ്പറാണ്, നമുക്ക് എന്ത് എഴുതാം? 3 + 2 √ 5 ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതിക്കൂടെ അല്ലേ? കാരണം ഏതൊരു റേഷണൽ നമ്പർ എ ബൈ ബി ഫോമിലാണ്. ഇവിടെ ബ്രാക്കറ്റിൽ പ്രത്യേകത എന്താണ്? എ ആൻഡ് ബി ആർ കോപ്രൈം. ഓക്കെ, കോപ്രൈം അല്ലെങ്കിൽ എന്താണ്? HCF ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല എന്നർത്ഥം. ഇത് നമുക്ക് എന്ത് എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾക്ക് എ ബൈ ബി എന്ന് എഴുതാം, അല്ലെ പി ബൈ ക്യൂ എന്ന് എഴുതാം. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് എഴുതാം? നൗ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 √ 5നെ അവിടെ തന്നെ വെക്കുക. റൂട്ട് 5നെ ആക്ച്വലി വെക്കേണ്ടത് അതിന് പകരം ഫസ്റ്റ് നമുക്ക് 2 √ 5നെ അവിടെ വെക്കുക. 2 √ 5 ഈസ് ഈക്വൽ ടു എ ബൈ ബി. ഈ +3 എന്താവും? റൈറ്റിലോട്ട് പോകുമ്പോൾ -3 ആവും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? -3 അങ്ങനെ കിട്ടി. ഇനി
അടുത്ത സ്റ്റെപ്പ് 2√5 ഈസ് ഈക്വൽ ടു, ഇവിടെ ഒന്നുമില്ലല്ലോ, അപ്പോൾ ഇവിടെ ഒരു 1 എടുക്കുക, കാരണം ഓപ്പറേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a ഇൻറ്റു 1 ഈക്വൽ ടു 1a മൈനസ് 3 ഇൻറ്റു b ഈക്വൽ ടു 3b. എല്ലാവർക്കും അറിയില്ല എങ്ങനെ ചെയ്യാൻ. ഡിവൈഡ് ബൈ b ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു b. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? a ഇൻറ്റു 1 a, 3 ഇൻറ്റു b b3 അല്ല 3b, b ഇൻറ്റു 1 1b മീൻസ് b. ഓക്കെ, ഇത് നമുക്ക് ഈ 2ന് എന്ത് ചെയ്യാം? 2ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തുകൂടാം അല്ലേ? √5 അവിടെ ഒറ്റക്കാക്കേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. √5 ഈസ് ഈക്വൽ ടു a മൈനസ് 3b ബൈ 2b. ഈ 2 എവിടുന്ന് വന്നതെന്നറിയില്ലേ? 2 ഇവിടെ ആയിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് എന്താ സംഭവം കിട്ടിയെന്ന് അറിയാം നിങ്ങൾക്ക്? ഇവിടെ സംഭവം കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ LHS നോക്കിയേ. LHS എന്ന് പറയുന്നത് എന്താണ്? √5 ആണ് അല്ലേ? RHS എന്ന് പറയുന്നത് a മൈനസ് 3/2 ആണ്. ഈ √5 എന്ന് പറയുന്നത് ആരാണ്? ഇറേഷണൽ നമ്പറാണ് അല്ലേ? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ. ഇറേഷണൽ, ഈ സംഗതി എന്താണ്? റേഷണൽ നമ്പറാണ്. ഒരു ഇറേഷണൽ നമ്പർ എപ്പോഴെങ്കിലും റേഷണൽ നമ്പറിന് ഈക്വൽ ആവുമോ? ഒരിക്കലും ആവില്ല. ഇറേഷണൽ നമ്പർ ഈസ് നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മളിവിടെ ആദ്യം എന്താണ് എടുത്തത്? 3 + 2√5 ഈസ് എ റേഷണൽ നമ്പർ എന്നൊരു അസംഷൻ എടുത്തു. ആ അസംഷൻ തെറ്റായത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. അതുകൊണ്ട് എന്താണ്? ആ അസംഷൻ തെറ്റാണ്. ഇത് റേഷണൽ നമ്പർ അല്ല. ആരാണ്? ഇറേഷണൽ നമ്പർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു അല്ലേ? നമുക്കിതിനൊന്ന് ഫോർമലായിട്ടൊന്ന് എഴുതി കൊടുക്കാം. എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എഴുതുക? അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, സിൻസ് LHS ഓഫ് ദ ഇക്വേഷൻ, LHS of the equation is an irrational number, whereas RHS of the equation, നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ലാംഗ്വേജിലും എഴുതിയാൽ മതി കേട്ടോ. whereas RHS of the equation is a rational number. Okay, so this contradicts our assumption. Okay, thus നമുക്ക് എന്താ പറയാം? thus 3 + 2√5 is an irrational number. Okay, വളരെ സിമ്പിൾ അല്ലേ? എന്തെങ്കിലും നമ്മൾ ചെയ്തോ? ഒന്നും ചെയ്തില്ല. നമ്മൾ ആകെ ചെയ്ത് ഇതിനെ നമ്മൾ ചില്ലറ കാര്യം നമുക്ക് അറിയേണ്ടുള്ളൂ. ഒന്ന് ഇതിനെ ഇറേഷണലാന്ന് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുക്കുക. ആദ്യം ഇത് റേഷണലാന്ന് എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ √5 ഒറ്റക്കാക്കുക ഓപ്പറേഷൻ ചെയ്തിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇറേഷണലും റൈറ്റ് സൈഡിൽ റേഷണലും വരും. അപ്പോൾ റേഷണൽ ഈസ് നോട്ട് ഈക്വൽ ടു ഇറേഷണൽ. അതുകൊണ്ട് എന്താണ്? അവർ അസംഷൻ തെറ്റാണ്. അപ്പോൾ ഇത് റേഷണൽ നമ്പറാണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മാത്സിൽ എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.2-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരിക്കലും എക്സാമിന് ഇത് എഴുതാതെ വിട്ടേക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടത്? ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1/√2. 1/√2 എന്ന് പറയുന്നത് ഇറേഷണലാണ് എന്ന് പ്രൂവ് ചെയ്യേ വേണ്ടു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ റൂട്ടിനുള്ളിലെ നമ്പേഴ്സിനെ ഡയറക്റ്റ് ഇറേഷണലായിട്ട് പ്രൂവ് ചെയ്യാനുള്ള യാതൊരു വഴിയുമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ അറിയോ? കോൺട്രഡിക്ഷൻ മെത്തേഡ്. എന്താണ് കോൺട്രഡിക്ഷൻ? ഇത് ആദ്യം റേഷണലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കും. ഓക്കെ, 1/√2 റേഷണലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കും. ലെറ്റ് us assume the contrary that
1/√2 is a rational number. rational number ആണെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ഫോമിൽ എഴുതാൻ പറ്റും? 1/√2 is equal to a/b. ഓക്കെ, അവിടെ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം എന്ത്? a and b ആർ ഒന്നുകിൽ കോപ്രൈം എഴുതാം, അല്ലെങ്കിൽ HCF 1 ആണ്. രണ്ടും സെയിം ആണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് എയിലും ബിയിലും എന്തില്ല, കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ല. അതിൻ്റെ ലോവസ്റ്റ് ഫോം എന്നർത്ഥം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം? ഈ √2 ഒറ്റക്ക് അവിടെ ആക്കുക. ഓക്കെ, ആ √2 ഒറ്റക്കാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ ബീനെ മുകളിലേക്ക് കൊണ്ടുപോവുക, ഈ എനെ താഴെ കൊണ്ടുപോവുക, √2 എന്ത് ചെയ്യുക? മുകളിലേക്ക് എത്തിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? p/a ഈസ് ഈക്വൽ ടു √2/1 എന്ന് വെച്ചാൽ √2 തന്നെ. എന്താ ചെയ്തേ? ബീനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ? അങ്ങനെ കൊണ്ടുപോയിക്കൂടെ ഈക്വൽ ടു സൈൻ്റെ? പിന്നെ എ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നൂടെ? യെസ്. √2 മുകളിലേക്ക് കൊണ്ടുപോയി 1 താഴോട്ട് കൊണ്ടുവന്നു. അടുത്ത സ്റ്റെപ്പ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ഏതിന് ഈക്വലാണ്? ദാറ്റ് ഇംപ്ലൈസ് √2 ഈസ് ഈക്വൽ ടു p/a. ഓക്കെ, അതായത് √2/1 എന്ന് പറഞ്ഞാൽ √2. p/a അവിടെ ഉള്ളത് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റിലുള്ള റൈറ്റിലാക്കി മാറ്റി നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യാമെന്നറിയോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ തന്നെ നമ്മുടെ ആൻസർ കിട്ടി പറഞ്ഞു അല്ലേ? ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്താ അറിയോ? നമ്മുടെ LHS എന്ന് പറയുന്നത് എന്ത് നമ്പറാണ് വന്നത്? LHS എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പറാണ്. RHS എന്ന് പറഞ്ഞാൽ റേഷണൽ നമ്പറാണ്. അത് കോൺട്രഡിക്ഷൻ അല്ലേ? നമ്മൾ ആദ്യം എടുത്തത് എന്താണ്? 1/√2 എന്ന് പറയുന്ന റേഷണൽ നമ്പർ എന്നല്ല എടുത്തത്. പക്ഷേ LHSഉം RHSഉം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായി? കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? സിൻസ് LHS ഈസ് an irrational number is an irrational number and RHS is എന്ത് നമ്പറാ? RHS is a rational number. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? അങ്ങനെ ആയതുകൊണ്ട് എന്താണ്? It contradicts our assumption. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? therefore അല്ലെങ്കിൽ thus 1/√2 is an irrational number. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 1/√2 എന്താണെന്ന്, ഇറേഷണൽ നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. ഡയറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/√2 റേഷണൽ നമ്പറായിട്ട് എടുക്കുന്നു. അപ്പോൾ റേഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് a/b ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ √2 ഒറ്റക്കെടുത്തു. ഓക്കെ, ഇവിടെ √2 ഒറ്റക്കെടുത്തപ്പോൾ നമുക്ക് b/a എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇറേഷണൽ നമ്പർ കിട്ടി, റൈറ്റ് സൈഡ് റേഷണൽ നമ്പർ കിട്ടി. ഇറേഷണൽ നമ്പർ ഒരിക്കലും എന്തിന് ഈക്വൽ അല്ല? റേഷണൽ നമ്പറിന് ഈക്വൽ അല്ല. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ടാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? റേഷണൽ നമ്പറാണെന്ന് എടുത്തു, പക്ഷെ അത് എന്താണ്? തെറ്റാണ്. അപ്പോൾ റേഷണൽ നമ്പർ അല്ലെങ്കിൽ ആരായിരിക്കും? ഇറേഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ക്വസ്റ്റ്യൻ ബാക്കി എല്ലാ സ്റ്റെപ്പും ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്തിനു മാറ്റിയാൽ മതി? 1/2 അങ്ങോട്ട് മാറ്റിയാൽ മതി. ബാക്കി എല്ലാ സ്റ്റെപ്പും ഓൾമോസ്റ്റ് എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1/2 അങ്ങ് മാറ്റി. എന്തായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 7√5 അല്ലേ? 7√5. ഇതുപോലുള്ള ഏത് നമ്പർ ക്വസ്റ്റ്യൻസ് വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നും പേടിക്കാനില്ല. രണ്ടാമത്തെ ആൻസറാണ് കേട്ടോ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ആൻസർ 7√5.
ലെറ്റ് us assume the contrary that എന്താണ് contrary assume ചെയ്യേണ്ടത് 7√5 ഈസ് എ റേഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെടുക്കാം 7√5 ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് എടുക്കാം അല്ലേ. എയും ബിയും കോപ്രൈമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ √5 അവിടെ വെക്കണം. റൂട്ട് അടങ്ങിയ നമ്പർ ഏതാണോ അതിനെ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചേക്കാം, വേറെ ഒന്നും ചെയ്യാനില്ല. എ ബൈ ഇവിടെ എന്താ ഒരു അടിയിൽ 7b എന്ന് വരും അല്ലേ. എയും ബിയും ഇവിടെ തന്നെ വന്നു. പിന്നെ ആരാ ഈ 7 എവിടെ നിന്ന് വന്നേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു, 7b എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി, ഇറേഷണൽ നമ്പർ കിട്ടി, റൈറ്റ് സൈഡിൽ റേഷണൽ നമ്പർ കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടി, ഇറേഷണൽ നമ്പർ നോട്ട് ഈക്വൽ ടു റേഷണൽ നമ്പർ അല്ലേ. അപ്പോൾ സിൻസ് LHS ഈസ് എൻ ഇറേഷണൽ നമ്പർ ആൻഡ് RHS ഈസ് എ റേഷണൽ നമ്പർ, ഇറ്റ് കോൺട്രാഡിക്റ്റ് അവർ അസംഷൻ. ദസ് എന്താണ് 7√5 ഈസ് എൻ ഇറേഷണൽ നമ്പർ. സിമ്പിൾ, നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൽ തന്നെ ചെയ്യാണ്, കാരണം അത്രയേ ഉള്ളൂ ഇതിൽ, വേറൊന്നും ഒന്നില്ല. നമുക്ക് അത്ര ടഫായിട്ടുള്ള ഒരു കാര്യം ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ 7√5 ഞാൻ അങ്ങോട്ട് എടുത്തു കളഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ ചിലപ്പോൾ കണ്ടെത്താനൊക്കെ സാധിക്കും. എന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6+√2 അല്ലേ. 6+√2. ലെറ്റ് us assume the contrary that എന്താ ഇവിടെ ഇതിൻ്റെ 6+√2 ഈസ് എ റേഷണൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 6+√2 ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതാം അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആരെയാണ് ഇവിടെ വെക്കേണ്ടത്, √2 അവിടെ തന്നെ വെച്ചു. എ ബൈ ബി 6 എങ്ങോട്ട് പോവും, താഴെയോ മേലെയോ, താഴെയല്ല മേലെയല്ല, അങ്ങോട്ട് പോവാ, വലത്തോട്ട് പോകല്ലേ. 6 വലത്തോട്ട് പോകും, -6 ആവുമേ. ഇവിടെ +6 ആണ്, അതിങ്ങോട്ട് പോകുമ്പോൾ -6 ആയിട്ട് മാറും. ഗേറ്റ് കടന്നാൽ -ആയി. ഓക്കെ, ഈക്വൽ ടു സൈനാണ് ഗേറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ലെഫ്റ്റ് സൈഡിൽ ഇറേഷണൽ നമ്പർ കിട്ടി, റൈറ്റ് സൈഡിൽ റേഷണൽ നമ്പറും കിട്ടി. ഇറേഷണൽ നമ്പറും ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ എന്താണ്, സിൻസ് LHS ഈസ് എ ഇറേഷണൽ നമ്പർ ആൻഡ് RHS ഈസ് എ റേഷണൽ നമ്പർ, ഇറ്റ് കോൺട്രാക്ട് അവർ അസംഷൻ. ദസ് 6+√2 ഈസ് ആൻ ഇറേഷണൽ നമ്പർ. വളരെ വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.2 ഫിനിഷായി. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.